നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്തിക്കട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ അരിമ്പൂർ പഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി. ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള താൽക്കാലിക വളയം ബണ്ടിന് പകരമായി ഏനാമാവ് റെഗുലേറ്റർ നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. അന്തിക്കാട് മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ 429 പോയിന്റുമായി അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി. സമാപന സമ്മേളനം കവി ഡോക്ടർ സി രാവുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാലും മീറ്റിങ്ങുകളുടെ ഒരു സ്വഭാവം അനുസരിച്ച് ചില ചടങ്ങുകൾ കൂടി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതാണ്. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഈ തരത്തിൽ കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. നമ്മുടെ സ്കൂളുകളിൽ സ്കൂൾ യുവജനോത്സവങ്ങളുണ്ട്, കോളേജുകളാണെങ്കിൽ കലാലയ ഫെസ്റ്റിവലുകളുണ്ട്. എന്നാൽ കലാലയങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെട്ടു പോകുന്ന പ്രതിഭകൾക്ക് അവസരമുണ്ടാക്കുക, അവരെ രംഗത്ത് കൊണ്ടുവരിക. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷനായി. 281 പോയിന്റുമായി താന്യം പഞ്ചായത്ത് രണ്ടാം സ്ഥാനം നേടി. ചാഴൂർ പഞ്ചായത്ത് 177 പോയിന്റുമായി മൂന്നാമതെത്തി. അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ, പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ്, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സുജിത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. കൃഷിയുടെയും കുടിവെള്ളത്തിന്റെയും സംരക്ഷണത്തിന് വർഷം തോറും ലക്ഷങ്ങൾ ചെലവഴിച്ച് താൽക്കാലിക വളയം ബണ്ട് നിർമ്മിക്കുന്നതിന് പകരം ശാശ്വത പരിഹാരമായി ഏനാമാവ് റെഗുലേറ്റർ ഉടൻ നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, KB ജയറാം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ, മുൻ മണ്ഡലം പ്രസിഡന്റ് റോബിൻ വടക്കേത്തല, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ KK പ്രകാശൻ, PT ജോൺസൺ, ടോണി അത്താണിക്കൽ, വാസു വളാഞ്ചേരി, ടോണി വിനീഷ്, ജനപ്രതിനിധികളായ ബീന സേവ്യർ, പുഷ്പ വിശ്വംഭരൻ, ജിഷ സുരേന്ദ്രൻ, മരിയ ജിൻസി തോമസ്, കവിത രാമചന്ദ്രൻ, മണ്ഡലം ഭാരവാഹികളായ സ്റ്റീഫൻ നീലങ്കാവിൽ, CN പ്രഭാകരൻ, ജോസഫ് പള്ളിക്കുന്നത്ത്, AP ജോസ് മാസ്റ്റർ, ശശിധരൻ കൊട്ടേക്കാട്ട് എന്നിവർ സംസാരിച്ചു. നമ്മുടെ കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്നതിന് വേണ്ട സംവിധാനത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള റെഗുലേറ്ററാണ് ഏനാമാവ്. ഈ ഏനാമാവിൻ്റെ പറഞ്ഞ പോലെ തന്നെ 16 ഷട്ടറുകളും ഇന്ന് വളരെ അപകടകരമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏനാമാവ് റെഗുലേറ്റർ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്തിക്കാട് മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. 5 ആനകളുടെ അകമ്പടിയോടെ ഉത്സവത്തിൽ 6 കരകളിൽ നിന്നുള്ള വിവിധ കലാരൂപങ്ങൾ, കാവടി എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. വ്യാഴാഴ്ച വരെ നടത്തുന്ന വിവിധ കലാപരിപാടികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷെല്ലി കല്ലാറ്റ് അധ്യക്ഷനായി. ക്ഷേത്രം ഊരാളൻ സതീശൻ നമ്പൂതിരി, സെക്രട്ടറി ജയൻ മൂത്തേടത്ത്, മുഖ്യ രക്ഷാധികാരി ഗിരി ഞാറ്റുവെട്ടി എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനകൾക്കെതിരെ CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി. ചൂരൽമഴ മുണ്ടക്കൈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക, ആനുപാതികമായി കേന്ദ്ര സഹായം അനുവദിക്കുക, ദുരന്തബാധിത പ്രദേശങ്ങളെ സംരക്ഷിക്കുക, ആവശ്യമായ നഷ്ടപരിഹാരം നൽകുക, പ്രധാനമന്ത്രിയുടെ യാത്രാ ഭത്ത എഴുതിത്തള്ളുക, കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാട്ടുന്ന ചിറ്റമ നയം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AG സുഭാഷ് നേതൃത്വം നൽകിയ പന്തം കൊളുത്തി പ്രകടനത്തിൽ VR മോഹൻദാസ്, കണ്ണൻ വലപ്പാട്, മുബീഷ് പനക്കൽ, വസന്ത ദേവലാൽ, KV ഹിരൺ എന്നിവർ പങ്കെടുത്തു.
കേന്ദ്ര സർക്കാരിന്റെ വയനാടിനെതിരെയുള്ള അവഗണനയ്ക്കെതിരെ CPI ലോക്കൽ കമ്മിറ്റി കാഞ്ഞാണിയിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി സീത ഗണേഷ് അധ്യക്ഷയായി. ലോക്കൽ സെക്രട്ടറി VG രാധാകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗം PK മോഹനൻ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സാജൻ മുടവങ്ങാട്ടിൽ, MR മോഹനൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KK സെൻ, അനിരുദ്ധൻ, PK ചന്ദ്രൻ, രാജേഷ് തെക്കേപുരക്കൽ എന്നിവർ നേതൃത്വം നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ പ്രൊഫസർ ചെറുകാട് അനുസ്മരണവും ജീവിതപാതയുടെ 50ാം വാർഷികാചരണവും സംഘടിപ്പിച്ചു. വലപ്പാട് കഴിമ്പ്രം വിജയൻ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കവി PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ അതിവികൃതമായ സ്ഥലത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ജനാധിപത്യ ബോധവും നമ്മുടേതായിട്ടുള്ള ഒരു തുല്യതാബോധവും നമ്മുടേതായിട്ടുള്ള ഒരു സാഹോദര്യമൊക്കെ വിരിയിച്ചെടുത്തത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ശ്രീനാരായണ ഗുരു എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മളിപ്പോൾ വിചാരിക്കുന്നതിൽ എത്രയോ മടങ്ങ് വലുപ്പമുള്ള ആളുകളായിരുന്നു എന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ നവോത്ഥാന നായകർ എന്ന് നമ്മൾ പറയുന്നവരൊക്കെ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന മതിപ്പിനേക്കാൾ എത്രയോ മടങ്ങ് മതിപ്പ് അവർക്ക് കൊടുക്കണം. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് അധ്യക്ഷനായി. ഇക്ബാൽ കൊടുങ്ങല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ആര്യ വിശ്വനാഥ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ, ജലീൽ T കുന്നത്ത്, RI സക്കറിയ, അരവിന്ദൻ പണിക്കശ്ശേരി, P സുൽഫിക്ക, KM അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു. ചെറുകാടിന്റെ വിഖ്യാത നാടകങ്ങളിലെ ജനപ്രിയ ഗാനങ്ങൾ VKS ഗായക സംഘം വേദിയിൽ അവതരിപ്പിച്ചു. തന്യം 5ാം വാർഡിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷത്തിന് പുൽക്കൂട് ഒരുക്കിയും കേക്ക് മുറിച്ചും തുടക്കം കുറിച്ചു. തൊഴിലിടങ്ങളിൽ നടന്ന ആഘോഷ ചടങ്ങ് വാർഡ് മെമ്പർ ആന്റോ തെറിയൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗിരിജ കൊടപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. ലില്ലി ജോസ്, കിസ്മസ് പിയൂസ്, സജിത സുനിൽ, ഇന്ദിര ജേക്കബ്, വത്സല അശോകൻ, അംബിക ഷൺമുഖൻ, ഏവിയാനി എന്നിവർ നേതൃത്വം നൽകി. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ വെൽഫെയർ പാർട്ടി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി തൃപ്രയാറിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി നാട്ടിക മണ്ഡലം സെക്രട്ടറി നസി മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് അധ്യക്ഷനായി. ബഷീർ സെൻ, അബ്ദുൽ റഹ്മാൻ, റഹീം നാട്ടിക, ഹാദി ഇസാൻ, റഷീദ് എന്നിവർ സംസാരിച്ചു. ഇവിടുത്തെ കേരള ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് വൈദ്യുതി ചാർജ് വർധനവ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഏകദേശം 1500 കോടി രൂപയുടെ ബാധ്യതയാണ് ഈ വൈദ്യുതി ചാർജ് നടപ്പിലാക്കുന്നതിലൂടെ കേരള ഗവൺമെന്റ് പൊതുജനങ്ങളുടെ തലയിൽ ഷോക്കടിപ്പിക്കുന്നത് പോലെ ഈ വൈദ്യുതി ചാർജ് വർധനവിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നത്. സബ് ജൂനിയർ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ ചന്ദ്രാപിനി സ്വദേശിയായ ധീര കീർത്ത് സ്വർണ്ണ മെഡൽ നേടി. ഡൽഹിയിൽ വെച്ച് കരാട്ടെ ഇന്ത്യൻ ഓർഗനൈസേഷൻ ദേശീയാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിലാണ് കേരളത്തെ പ്രതിനിധീകരിച്ച ധീരകീർത്ത് സ്വർണ്ണ മെഡൽ നേടിയത്. ചന്ദ്രാപിനി SN വിദ്യാഭവനിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ചന്ദ്രാപിനി മൃദുൽ മാരാത്തിന്റെയും ശ്രുതിയുടെയും മകനാണ് ധീരകീർത്ത്. പാവറട്ടിയിൽ നടക്കുന്ന CPM മണലൂർ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് മണലൂർ ലോക്കൽ കമ്മിറ്റി സംഗീതരാവ് നടത്തി. VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി KV ഡേവിസ് അധ്യക്ഷനായി. PK അരവിന്ദൻ, NRS ബാബു, ജനാർദ്ദൻ മണ്ണുമൽ എന്നിവർ സംസാരിച്ചു. ഡിസംബർ 20 മുതൽ 23 വരെയാണ് മണലൂർ ഏരിയ സമ്മേളനം. CPM മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കാരമുക്ക ലോക്കൽ കമ്മിറ്റി മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെ അധികരിച്ച സെമിനാർ നടത്തി. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ N രാജൻ സെമിനാർ നയിച്ചു. സംഭവിക്കുന്ന അപജയങ്ങൾക്ക് എന്താണ് കാരണം? ഒരു കാലത്തിന്റെ മാധ്യമപ്രവർത്തനം എന്തായിരുന്നു? നമ്മൾ അത്രയൊന്നും ചരിത്രത്തിലേക്ക് മുന്നോട്ട് പോകേണ്ടതില്ല. വർത്തമാന പത്രങ്ങളുടെ ആവിർഭാവം എന്തുണ്ടായി, എന്തിനുണ്ടായി, പോട്ടെ, അത് അതിന്റെ ചരിത്രത്തിലേക്ക് വിട്ടു. പക്ഷേ ഏതൊരു പത്രത്തിനും ഏതൊരു മാധ്യമപ്രവർത്തനം അടിസ്ഥാനമായിട്ട് ലക്ഷ്യം, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങളുമായിട്ട്, സ്വാതന്ത്ര്യ സമരവുമായിട്ട്, ദേശീയ പ്രക്ഷോഭങ്ങളുമായിട്ട് അതിന്റെ സമരധാരകളെ ഒന്നിപ്പിക്കുക, സാമ്രാജ്യത്തെ മാറ്റി നിർത്തുക, തദ്ദേശീയമായിട്ടുള്ള ഭരണകൂടം സ്ഥാപിക്കുക എന്ന ഏകശിലാ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച പത്രങ്ങളുടെ ഒരു വലിയ മുൻനിര
മുൻനിരകൾ നമുക്ക് മുമ്പിലുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി, മനുഷ്യ അന്തസ്സിന് വേണ്ടി, മനുഷ്യന്റെ യഥാർത്ഥമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ നിരന്തരം ചോദ്യങ്ങൾ പറയുകയും സംശയങ്ങൾ ഉന്നയിക്കുകയും ഭരണകൂടത്തെ വിറപ്പിക്കുകയും ചെയ്ത ഒരു പത്രകാല ജീവിതം. വി സജീന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, LC സെക്രട്ടറി VV പ്രഭാത്, MV ഷാജി എന്നിവർ സംസാരിച്ചു. സെമിനാറിന് ശേഷം കാരമുക്ക് പ്രദേശത്തെ പ്രതിഭകളെ അനുമോദിച്ചു. കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാന കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ബാലസംഘം കാരമുക്ക് വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റും LC അംഗം AM സുഭിന്റെ മകൾ ആദിരൂപ AS, ഡെൻമാർക്കിൽ നടന്ന ലോക ഫയർ ഫൈറ്റേഴ്സ് ഗെയിംസിൽ പഞ്ചഗുസ്തിയിൽ വെള്ളി മെഡൽ നേടിയ റിജിൻ വത്സൻ, വെങ്കല മെഡൽ നേടിയ ആൽവിൻ പോൾ, പഞ്ചാബിൽ വെച്ച് നടന്ന നാഷണൽ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ ട്രൈബൽ ഡാൻസിൽ 1ാം സമ്മാനം നേടിയ ഐശ്വര്യ ഷിബു എന്നിവരെ അനുമോദിച്ചു. ചെമ്മാപ്പള്ളി മുളങ്കൂട് പരിസരത്തെ കൊടികാൽ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചെമ്മാപ്പള്ളി സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടിലെ ക്രമസമാധാനം തകർക്കുന്നവരെ ഉടൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ കൊണ്ടുവരണമെന്ന യോഗം ആവശ്യപ്പെട്ടു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ആൻഡോ തൊറയൻ, രാമൻ നമ്പൂതിരി, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MB സജീവ്, നിസാർ കുമ്മങ്ങണ്ടത്ത്, KPCC വിചാർ വിഭാഗ് താന്യം മണ്ഡലം ചെയർമാൻ വിനോഷ് വടക്കേടത്ത് എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിൽ ഭാവന അംഗൻവാടി കെട്ടിടത്തിന് ശിലയിട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ശിലാസ്ഥാപനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, വാർഡ് മെമ്പർ സാജിദ പുതിയ വീട്ടിൽ, നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതി പ്രകാശ്, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, സജീഷ് സത്യൻ, PA ഷമീർ, ഷിനിത വത്സൻ, അംഗനവാടി അധ്യാപിക അനിത, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഷീന വിശ്വൻ, PD സജീവൻ, മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം പണിയുന്നത്. ഇനിയിടവേള. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26336114. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. പിണക്കം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഹാപ്പി ആനിവേഴ്സറി. അപ്പൊ മറന്നിട്ടില്ലേ? പിന്നല്ല. ഇത് മാത്രം പോരാ, വേറെ ഗിഫ്റ്റും കൂടി വേണം. അയ്യോ, സൂക്ഷിച്ച് നോക്കി കഴിക്ക്. മൂക്കുത്തിയോ? കൊള്ളാലോ. നീ സാരി ഉടുക്കുമ്പോ തിട്ടാ സെറ്റാ. അപ്പൊ ചുരിദാർ ഇടുമ്പോഴോ? അതിനല്ലേ ഇത്. എന്നാ പിന്നെ ഡെയിലി മാറ്റി മാറ്റിയിട്ട് 5-6 മേടിച്ചുകൂടായിരുന്നോ? അതിനല്ലേ ഇത്. പിന്നെ
നിങ്ങൾക്ക് എന്താ വല്ല ലോട്ടറി അടിച്ചോ? ഡി നമ്മുടെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പൊ മൂക്കുത്തി ഫെസ്റ്റ് നടക്കുക. അവിടെ നല്ല കിടില മൂക്കുത്തി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ആ പിന്നെ ആന്റിക് ചെട്ടിനാട് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. കല്യാണ പാർട്ടികൾക്ക് 10% അഡ്വാൻസ് നൽകിക്കൊണ്ട് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സ്കീമും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വരുന്ന നവംബർ 15 മുതൽ ഡിസംബർ 5 വരെ ഈറൻ ബൊണാൻസ ആയതുകൊണ്ട് മൂക്കുത്തി വാങ്ങിച്ചാൽ വേദന ഇല്ലാതെ കുത്തി തരും, അതും ഫ്രീ ആയിട്ട്. എന്നാ നീ ഒരെണ്ണം കുത്ത്, നമുക്ക് മറ്റേ കപ്പിൾ ടാറ്റോ കടിക്കുന്ന പോലെ കപ്പിൾ മൂക്കുത്തിട്ട് ഉണ്ടാക്കാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. വർഷാവസാന ഷോപ്പിംഗ് ആഘോഷമാക്കാം ഇഷാരയ്ക്കൊപ്പം. വാർത്തകൾ തുടരുന്നു. കുരുക്കുഴി 18 മുറി ജാറമംഗണത്തിൽ ആണ്ടുനേർച്ചയും റിഫായി റാത്തീബും നടത്തി. രാവിലെ നടന്ന മൗലീദ് മജ്ലിസിന് കുരുക്കുഴി മഹല്ല് ഖത്തീബ് സ്വാദിഖ് ഖാമിൽ സഖാഫി നേതൃത്വം നൽകി. ഫഹദ് തങ്ങൾ, ഹസീൻ നൂറാനി, ഷമീർ സഖാഫി, ഹുസൈൻ സഅദി, അബൂബക്കർ റഹ്മാനി, യൂനസ് നഈമി, ജാഫർ സഖാഫി, മുസ്തഫ അഹ്സനി എന്നിവർ സന്നിഹിതരായി. തുടർന്ന് നടന്ന ഭക്ഷണ വിതരണം ഇമ്പിച്ചിഗോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. രാത്രി റിഫായി കുത്ത് റാത്തീബ് നടക്കും. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ 318D ക്ലോത്ത് ബാങ്ക് പ്രൊജക്ടിന്റെ ഭാഗമായി വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. കല്ലേറ്റങ്കര ലയൺസ് ക്ലബ്ബിൽ നിന്നും ലഭിച്ച വസ്ത്രങ്ങളുടെ ഒരു ഭാഗമാണ് വിതരണം ചെയ്തത്. തൃശൂർ കോർപ്പറേഷൻ മന്നപ്പന്തലിൽ നടത്തിയ ചടങ്ങ് ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു. ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ പീതാംബരൻ രാരംഭത്ത് വസ്ത്രങ്ങൾ കൈമാറി. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഡെന്നി കൊക്കൻ, തളിക്കുളം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി കെ സുഗതൻ, OS സുമേഷ്, ശ്രീകുമാർ കളരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. എടമട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിനോടനുബന്ധിച്ച് കിഴക്കേ ശാഖയുടെ കൂപ്പൺ ഉദ്ഘാടനം ചെയ്തു. തൈപ്പൂയ മഹോത്സവം ഫെബ്രുവരി 5-ന് കൊടിയേറി 11-ന് തൈപ്പൂയം ആഘോഷിച്ച് 12-ന് ആറോട്ടോടുകൂടി പര്യവസാനിക്കും. തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി കിഴക്കേ ശാഖ ഗൃഹസമ്പർക്കത്തിനും സംഭാവനകൾ സ്വീകരിക്കലിനും ശാഖാ പ്രസിഡന്റ് പ്രേമൻ ചെറിയാമ്പാടത്ത്, ശാഖാ രക്ഷാധികാരി പ്രദീപ് അരയമ്പറമ്പിലിൽ നിന്നും ആദ്യ സംഭാവന സ്വീകരിച്ച് തുടക്കം കുറിച്ചു. ക്ഷേത്രം മേൽശാന്തി സന്ദീപ് ശാന്തി, സമാജം പ്രസിഡന്റ് സുനിൽകുമാർ അരയമ്പറമ്പിൽ, ശാഖാ സെക്രട്ടറി ജിനൻ വാഴപ്പുള്ളി, ട്രഷറർ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, സമാജം ജോയിന്റ് സെക്രട്ടറി സുമേഷ് എരണേഴത്ത്, ശാഖാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സുരേന്ദ്രൻ കമ്മാറ, ശിവൻ വിളമ്പത്ത്, വികാസ് ചക്കാലക്കൽ, ബാബു പട്ടാലി, ജോയിന്റ് സെക്രട്ടറിമാരായ ധനീഷ് കൊച്ചുവീട്ടിൽ, ഗോപിനാഥൻ പനങ്ങാട്ട്, ജിജിൻ മച്ചിങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു. 2025 കിഴക്കേ ശാഖയുടെ തൈപ്പൂയത്തിനനുബന്ധിച്ച് ശ്രീ അരമ്പറമ്പിൽ പ്രദീപ് ആദ്യ കൂപ്പൺ സ്വീകരിച്ച് സംഭാവന നൽകിയിരിക്കുന്നു. നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ മണ്ഡലപൂജ മഹോത്സവത്തിന് ലക്ഷഹോമത്തോടെ തുടക്കമായി. ഡിസംബർ 15 മുതൽ 26 വരെയാണ് മണ്ഡലപൂജ മഹോത്സവം. ഡിസംബർ 15-ന് രാവിലെ മഹാഗണപതി ഹവനം, 6 മണി മുതൽ ഹനുമാൻ സ്വാമിക്ക് ലക്ഷഹോമം, അഭിഷേകം, എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ എന്നിവ നടന്നു. ഡിസംബർ 24 വൈകിട്ട് 4 മണിക്ക് ഹനുമാൻ സ്വാമിയുടെ ഗ്രാമപ്രദക്ഷിണം, ഡിസംബർ 25 രാവിലെ സുബ്രഹ്മണ്യ പൂജ, രാത്രി നാഗയക്ഷിക്ക് രൂപക്കളം, ഡിസംബർ 26-ന് രാവിലെ ഹനുമാൻ സ്വാമിക്ക് ലക്ഷാർച്ചന, തുടർന്ന് ഹനുമാൻ സ്വാമിയുടെ രൂപക്കളത്തിലേക്ക് എഴുന്നള്ളിപ്പ്, വൈകിട്ട് സമൂഹാർച്ചന, രാത്രി ബ്രഹ്മകലശാഭിഷേകം, തുടർന്ന് രൂപക്കളത്തിൽ നൃത്തത്തോടുകൂടി സമാപനമാവും. മഠാധിപതി അനന്തു സുരേഷ്, മുഖ്യ കാര്യദർശി EK രാജൻ എന്നിവർ മുഖ്യ കാർമ്മികരായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അന്തിക്കാട് മേഖലയും മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് അറിയാം അകറ്റാം ജീവിതശൈലി രോഗങ്ങളെ എന്ന വിഷയത്തിൽ ആരോഗ്യ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടി നോഡൽ ഓഫീസർ ഡോക്ടർ അജയ് രാജൻ ഉദ്ഘാടനം ചെയ്തു. ടി സത്യനാരായണൻ, ഡോക്ടർ കെ.ജി. രാധാകൃഷ്ണൻ, കെ കസീമ എന്നിവർ നമ്മുടെ ഭക്ഷണം, ജീവിതശൈലിയും ആരോഗ്യവും, കലോറി കണക്കാക്കൽ തുടങ്ങിയ വിഷയത്തിൽ ക്ലാസുകൾ നയിച്ചു. കെ.എസ്. രാമൻ, കെ.ആർ. അനിൽകുമാർ, വി.ബി. കൈലാസൻ, അജീഷ് എന്നിവർ നേതൃത്വം നൽകി. HVACR എംപ്ലോയീസ് അസോസിയേഷൻ 8ാമത് തൃശൂർ ജില്ലാ സമ്മേളനം തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടന്നു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ആ ഘട്ടത്തിൽ കേരളത്തിലെ എയർ കണ്ടീഷൻ, റെഫ്രിജറേഷൻ മേഖലയിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി ഈ മേഖലയിൽ നിൽക്കുന്ന നിങ്ങളുടെ അവകാശങ്ങളുടെ സമ്പാദനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിങ്ങളെല്ലാവരെയും ഒരു സംഘടനയുടെ സമ്മേളനം എന്ന നിലയിൽ നേരിട്ട് കാണാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും ഒക്കെയുള്ള താല്പര്യമുള്ളത് കൊണ്ട് എത്തിച്ചേരാമെന്ന് അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഔദ്യോഗികമായ ചില തിരക്കുകൾ അതിനിടയിൽ വന്നു പെട്ടതുകൊണ്ടാണ് നേരിട്ട് യോഗത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ പോയത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം 2025 ജനുവരി 18 കോട്ടയത്ത് വെച്ച് ചേരാനും പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഈ രംഗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ പതാക ഉയർത്തി. തൃത്തല്ലൂർ സെന്റർ കേന്ദ്രീകരിച്ച് പ്രകടനം നടത്തി. ജില്ലാ സെക്രട്ടറി മാർട്ടിൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും വയനാട് ദുരന്തത്തിൽ മൊബൈൽ മോർച്ചറികൾ ഒരുക്കുന്നതിൽ മുൻകൈയെടുത്ത വയനാട് ജില്ലാ നേതാക്കൾക്കും ഉപഹാരങ്ങൾ നൽകി. സംസ്ഥാന പ്രസിഡന്റ് N ശിവകുമാർ, സംസ്ഥാന സെക്രട്ടറി മനോജ് KR, സംസ്ഥാന ട്രഷറർ റൂബിൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജൻ വെള്ളാപ്പള്ളി, ജില്ലാ വൈസ് പ്രസിഡന്റ് സജീവ് കാരയിൽ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാബു, പ്രോഗ്രാം കൺവീനർ PM മധുലാൽ എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവത്തിന്റെ 16ാം ദിവസം സംഗീത മണ്ഡപത്തിൽ നന്ദൻ സി മുരളി, മധു പരമേശ്വരൻ എന്നിവർ സംഗീത കച്ചേരി നടത്തി. പേരൂർ ജയപ്രകാശ് വയലിനിലും, തൃപ്പൂണിത്തുറ നീലകണ്ഠൻ മൃദംഗത്തിലും, ഇരിഞ്ഞാലക്കുട മുരളീധരൻ മുഖർശങ്കിലും പക്കമേളമൊരുക്കി. ആർദ്രരവിയുടെ ഭരതനാട്യം, കലാമുദ്ര നൃത്ത അക്കാദമി നെന്മാറയുടെ നൃത്തനൃത്യങ്ങൾ, കലാർപ്പണ ഏങ്ങണ്ടിയൂർ, തൃശൂർ പ്രണതോസ്മി എന്നിവർ അവതരിപ്പിച്ച തിരുവാതിരകളിയും, ഒളരി ശിവോഹം ഭജൻ സംഘത്തിന്റെ ഭജൻ മണ്ഡലി എന്നിവയും ഉണ്ടായിരുന്നു.
പൊരുളുമുണർത്തിൻ മുത്തിനെ വാഴ്ത്തിയ അയ്യപ്പ, പുണ്യ പമ്പ തീരവിഹാരി അയ്യപ്പ, അരുമഗസ്തിയ വാചകരമണ. നടിക എസ്.എൻ. കോളേജ് ഇക്കണോമിക്സ് വിഭാഗം 1988-89 പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടത്തി. അജിത ഉദ്ഘാടനം ചെയ്തു. ടി.വി. സജീവ് മാസ്റ്റർ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ജോഷി മാടത്തിങ്കൽ, കെ. രഘുരാജ്, ഷീന കൊടക്കാട്ടിൽ, CS സുശീൽ, ദാസൻ എന്നിവർ സംസാരിച്ചു. കോതകുളം SN റോഡ് റെസിഡൻസ് അസോസിയേഷൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. SN റോഡ് അസോസിയേഷൻ, മലബാർ മാക്കെയർ ഡയഗ്നോസ്റ്റിക്സിന്റെ സഹകരണത്തോടെയാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ തായങ്കോട്ട ക്ഷേത്ര ഹാളിൽ നടന്ന ക്യാമ്പ് SNRA പ്രസിഡന്റ് TG ഗിരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SNRA സെക്രട്ടറി P. പുരുഷോത്തമൻ, ജോയിന്റ് സെക്രട്ടറി അഖിൽ കുമാർ, വൈസ് പ്രസിഡന്റ് സുധീർ ദാസ്, ട്രഷറർ വിനോദ് കുമാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളിവിടെ മലപ്പുറം മാക്കെയറിൻ്റെ അവരുടെ കൂടി യോജിച്ചുകൊണ്ട് നമ്മളിവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ്, ഐ ടെസ്റ്റ്, ഷുഗർ ടെസ്റ്റ്, BP, പിന്നെ പല്ലിൻ്റെ ദന്തം ഇതിൻ്റെ ടെസ്റ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. അത് കണ്ണിൻ്റെ ടെസ്റ്റ് നടത്തുന്നത്. നമ്മളത് SN റോഡിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ മെമ്പേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും പങ്കെടുക്കാനായിട്ട് അറിയിച്ചിട്ടുണ്ട്. AATUC തൊഴിലാളി പ്രക്ഷോഭ ജാഥയ്ക്ക് അസംഘടിത തൊഴിലാളി യൂണിയൻ നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ ജാഥാ വിഹിതം AATUC നാട്ടിക മണ്ഡലം സെക്രട്ടറി AK അനിൽകുമാറിന് അസംഘടിത തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് പ്രകാശ് പള്ളത്ത്, സെക്രട്ടറി വസന്ത ദേവലാൽ എന്നിവർ ചേർന്ന് കൈമാറി. നാട്ടിക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി KS ഉണ്ണികൃഷ്ണൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് സദാനന്ദൻ കുണ്ടായിൽ, മണ്ഡലം ട്രഷറർ രതി രാമദാസ്, CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മണി നാട്ടിക, ദിൽജിത്ത് എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി പോലീസ് സ്റ്റേഷന് തെക്ക് താമസിക്കുന്ന വന്നേരി ഡയസിന്റെ ഭാര്യ ജയ അന്തരിച്ചു. 50 വയസ്സായിരുന്നു. മക്കൾ ശ്രേയ, ശ്രീയ. സംസ്കാരം ഞായറാഴ്ച രാവിലെ 8-ന് വീട്ടുവളപ്പിൽ നടത്തി. ഇവരുടെ നേത്രപടലങ്ങൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ നേത്രബാങ്കിലേക്ക് ദാനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്നിക്കട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ അരിമ്പൂർ പഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി. ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള താൽക്കാലിക വളയം ബണ്ടിന് പകരമായി ഏനാമാവ് റെഗുലേറ്റർ നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. അന്തിക്കാട് മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.